ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ചർച്ചാ വിഷയം രവിചന്ദ്രൻ അശ്വിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിക്കും ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്കും അശ്വിൻ നൽകിയ ഒരു കൃത്യമായ മുന്നറിയിപ്പ്. ശ്രേയസ് അയ്യർ എന്ന ബാറ്ററെ നിങ്ങൾ ടീമിലേക്ക് തിരികെ വിളിച്ചില്ലെങ്കിൽ അത് ശ്രേയസിൻ്റെ നഷ്ടമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ വലിയ നഷ്ടമായിരിക്കുമെന്നാണ് അശ്വിൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് IPL സീസണുകളിലും ആഭ്യന്തര ക്രിക്കറ്റുകളിലും തകർപ്പൻ ഫോമിലുള്ള ശ്രേയസിനെ എന്തുകൊണ്ടാണ് T20 ടീമിലേക്ക് പരിഗണിക്കാത്തത്? അശ്വിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ വാണിംഗ് എന്താണ്? മുംബൈ ഇന്ത്യൻസിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി വെടിക്കെട്ട് പ്രകടനമാണ് ശ്രേയസ് നടത്തിയത്. വെറും 35 മുതൽ 66 റൺസ്. ഈ പ്രകടനം കണ്ടതിന് ശേഷം അശ്വിൻ തൻ്റെ പ്രതികരണം അറിയിച്ചത്. അശ്വിൻ പറയുന്നത് ശ്രദ്ധിക്കുക. ശ്രേയസ് ആരോടും ഒന്നും തെളിയിക്കാൻ നിൽക്കുന്നില്ല. തനിക്ക് നേരെ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകുകയാണ് അദ്ദേഹം. പലരും ശ്രേയസിൻ്റെ ഷോർട്ട് ബോൾ ദൗർബല്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ജസ്പ്രീത് ബുംറയെ പോലൊരു ലോകോത്തര ബൗളറുടെ ഷോർട്ട് ഡെലിവറിയെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറിന് പറത്തിയാണ് ശ്രേയസ് ഇതിന് മറുപടി നൽകിയത്. തന്നെ തളയ്ക്കാൻ ഷോർട്ട് ബോളുകൾ മതിയാകില്ലെന്ന് ശ്രേയസ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. സാങ്കേതികമായി ശ്രേയസ് എത്രത്തോളം വളർന്നു എന്നാണ് അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാലത്ത് T20യിൽ 125, 128 റേഞ്ചിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന താരം ഇന്ന് 170 മുകളിലാണ് ബാറ്റ് ചെയ്യുന്നത്. അശ്വിൻ ഒരു ഞെട്ടിക്കുന്ന കണക്കുകൂടി പറഞ്ഞു. ഫാസ്റ്റ് ബൗളർമാർക്കെതിരെ ഏകദേശം 300-നടുത്താണ് ശ്രേയസിൻ്റെ ഇപ്പോഴത്തെ സ്ട്രൈക്ക് റേറ്റ്. സ്പിന്നിനെതിരെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ശ്രേയസ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പേസർമാരെയും കടന്നാക്രമിക്കുന്നു. തൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തനായി തിരിച്ചു വന്ന ഒരു ശ്രേയസ് അയ്യരെയാണ് നാം ഇപ്പോൾ കാണുന്നത്. 2024-ലെയും 2026-ലെയും T20 ലോകകപ്പ് ടീമുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ വാശി അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടിലുമുണ്ട്. ഇവിടെയാണ് അശ്വിൻ അജിത് അഗാർക്കർക്ക് നേരെ ഒരു പ്രധാന ചോദ്യമുയർത്തുന്നത്. എന്തുകൊണ്ടാണ് ശ്രേയസിനെ T20 ടീമിലേക്ക് പരിഗണിക്കുന്നില്ല? അശ്വിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കുന്നില്ലെങ്കിൽ നഷ്ടം ശ്രേയസിനല്ല, അത് ഇന്ത്യക്കാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചൊരു ക്യാപ്റ്റനാണ് ശ്രേയസ്. നിലവിൽ പഞ്ചാബ് കിങ്സിനും മികച്ച നേതൃത്വം നൽകുന്നു. മികച്ചൊരു മിഡിൽ ഓർഡർ ബാറ്റർ എന്നതിലുപരി കൃത്യമായ പ്ലാനുകളുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെ പുറത്തിരുത്തുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ വലിയ പിഴവാകുമെന്നാണ് അശ്വിൻ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. അദ്ദേഹം നിശബ്ദനായിരിക്കും, പക്ഷേ കളിക്കളത്തിൽ അദ്ദേഹം റൺസുകൾ വാരിക്കൂട്ടും, മികച്ച ക്യാച്ചുകൾ എടുക്കും. ഇതാണ് ശ്രേയസിൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അശ്വിൻ്റെ ഈ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ലോകകപ്പിന് ശേഷമുള്ള ടീം പുനഃസംഘടനയിൽ ശ്രേയസ് അയ്യർക്ക് അർഹിച്ച സ്ഥാനം ലഭിക്കുമോ? സെലക്ടർമാർ അശ്വിൻ്റെ ഈ മുന്നറിയിപ്പ് ചെവികൊള്ളുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രേയസ് അയ്യർ T20 ടീമിലേക്ക് തിരിച്ചു വരണമെന്നാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും ആഗ്രഹം.